ചാവറ പിതാവിനെ പറ്റി എന്നേക്കാൾ കൂടുതൽ കൃത്യമായി നിങ്ങൾക്കറിയാം. ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൊത്തം വെളുപ്പാണ്. ആകെയുള്ളൊരു കറുപ്പെന്ന് വെച്ചാൽ ബെൽറ്റിൻ്റെ ഒരു കറുപ്പാണ്. മുഖം പോലും വെളുപ്പാണ്. വളരെ സുന്ദരാണ്. ഇപ്പോൾ വിശുദ്ധിയുടെ ഒരു പ്രവാചകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ആ വ്യക്തിത്വ രൂപത്തെ നോക്കിയിട്ട് നമുക്ക് വിളിച്ചു പറയാം. ഈ വിശുദ്ധനായ അപ്പൻ നമ്മോട് ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൻ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും സുന്ദരമായ ചില ചിന്തകൾ എന്ന് പറയുന്നത് ചാവരുൾ എന്ന പുസ്തകത്തിലൂടെ, അതൊരു പുസ്തകം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ലേഖനം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതിലൂടെ പിതാവ് നമുക്ക് നൽകിയിരിക്കുന്ന ചില നിർദ്ദേശങ്ങളാണ്. അതിനേക്കാൾ ഉപരി എൻ്റെ മനസ്സിൽ എന്നും ഈ ചാവറ പിതാവിനെ പറ്റി ഓർക്കുമ്പോൾ വരുന്ന പിതാവിൻ്റെ ഒരു സൂക്തം ഇങ്ങനെയാണ്: ഈ ലോകത്തിലെ ഓരോ സംഭവങ്ങളും നടക്കുന്നത് എൻ്റെ ഇഷ്ടം അനുസരിച്ചാണ്. പ്രിയമുള്ളവരെ, അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു അഹങ്കാരിയായ ഒരു മനുഷ്യനാണ് അല്ലെ പറയുന്നതും. ഈ ലോകത്തിൽ എന്ത് നടന്നാലും അത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്. ആദ്യത്തെ ഈ വാചകം കേട്ടപ്പോൾ ഞാൻ കുറച്ചു നേരം ഒന്ന് സംശയിച്ചു. പക്ഷെ അടുത്ത വചനം വളരെ സുന്ദരായി. അടുത്ത വചനം എങ്ങനെയാണ്? ഈ ലോകത്തിൽ എന്ത് നടക്കുന്നതും അത് എൻ്റെ ഇഷ്ടമനുസരിച്ചാണ്. അതിനോട് കൂട്ടിച്ചേർത്തു, ദൈവം എന്ത് തിരുമനസ്സാകുന്നുവോ അതാണ് എൻ്റെ ഇഷ്ടം. പ്രിയമുള്ളവരെ, പ്രായോഗികമായി ക്രിസ്തീയ വിശ്വാസം എങ്ങനെ ജീവിക്കണമെന്ന് വിശുദ്ധ ചാവറ പിതാവ് ഈ വചനത്തിലൂടെ വളരെ സുന്ദരമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തിൽ നടക്കുന്നതെല്ലാം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്. കാരണം എന്താണെന്നറിയാമോ? ദൈവം എന്ത് തിരുമനസ്സാകുന്നുവോ അതാണ് എൻ്റെ ഇഷ്ടം. എൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും ഒരുപോലെ ആകുന്ന ഒരവസ്ഥയിലേക്ക് ഈ വിശുദ്ധനായ വ്യക്തിക്ക് വളരാൻ സാധിച്ചുവെന്ന് ഈ വിശുദ്ധൻ തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുക. എവിടെ നിന്ന് കിട്ടി വിശുദ്ധന് ഈ ഒരു സുന്ദരമായ വാക്യം? കിട്ടിയത് വേറെ ഒരിടത്തു നിന്നുമല്ല. വിശുദ്ധൻ്റെ ഛായാചിത്രത്തിൽ നാം കാണുന്നില്ല നെഞ്ചോടിങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന വചനം. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 42-ാമത്തെ തിരുവചനത്തിൽ ഈശോയുടെ ഗത്സമൻ തോട്ടത്തിലെ പ്രാർത്ഥനയെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഈശോ പറയുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്: പിതാവേ, എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം. അതെന്താണാവോ? അത് നടക്കട്ടെ.